പോലെയാണ്. വക്കാലത്തിൽ യഹൂദ് ജൂതന്മാർ പറഞ്ഞു, അവർ വന്നസാറ ക്രിസ്ത്യാനികളും പറഞ്ഞു, അതായത് കുല്ലും മിൻഹു ആ കൂട്ടരിൽ നിന്ന് എല്ലാം ഓരോരുത്തരും പറഞ്ഞു നെഹ്നു അബ്നാ അല്ലാഹ്. അവർ രണ്ടുപേരും ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളും എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾ അള്ളാഹിൻ്റെ നെഹ്നു അബ്നാ അല്ലാഹ്, ഞങ്ങൾ അള്ളാഹിൻ്റെ മക്കൾ, അങ്ങനെയല്ല പറഞ്ഞു. ഓരോരുത്തരും മാറി മാറി പറഞ്ഞു. ക്രിസ്ത്യാനികൾ പറഞ്ഞു ക്രിസ്ത്യാനികൾ അള്ളാഹിൻ്റെ മക്കളാണ്, ജൂതന്മാർ പറഞ്ഞു ഞങ്ങളാണ് അള്ളാഹിൻ്റെ മക്കൾ. അങ്ങനെ അതായത് കഅബ്നാഇഹി ഫിൽ ഖുർബി വൽ മൻസിലത്തി, ഏതുപോലെ കഅബ്നാഇഹി അള്ളാഹിൻ്റെ മക്കളാണെന്ന് വെച്ചാൽ അള്ളാഹിൻ്റെ മക്കളെ പോലെയാണ്. ശരിക്കും മക്കളല്ല, അത് ഓക്കെ, ശരിക്കും മക്കളൊന്നും അല്ല. പിന്നെ നമ്മൾ അള്ളാഹിൻ്റെ മക്കളെ പോലെയാണ്. നമ്മൾ പറയില്ല സെയ്ദ് സിംഹമാണ്, അതായത് സിംഹത്തെ പോലെയാണ്. അതുപോലെ ഒരു തശ്ബീഹ് പറച്ചിൽ ഏത് വിഷയത്തിൽ? ഫിൽ ഖുർബി സാമീപ്യത്തിൻ്റെ വിഷയത്തിൽ, വൽ മനസ്സിലത്തെ സ്ഥാനത്തിൻ്റെ വിഷയത്തിൽ. അള്ളാഹിൻ്റെ അടുക്കൽ സ്ഥാനം, ഞങ്ങൾക്കുള്ള സ്ഥാനം, ഞങ്ങൾക്കുള്ള അള്ളാഹിൻ്റെ അടുക്ക് അള്ളാഹുവിനുള്ള അടുപ്പം, അതൊക്കെ ഒരു മോൻ്റെ സ്ഥാനമാണ്, അല്ല മോളുടെ സ്ഥാനമാണ്. വഹുവ അബീന അള്ള ഞങ്ങളുടെ വാപ്പേനെ പോലെയാണ്. ഫി ഷഫഖത്തി കാരുണ്യത്തിൻ്റെ അനുകമ്പയുടെ വിഷയത്തിന്, റഹ്മത്തി കാരുണ്യത്തിൻ്റെ വിഷയത്തിന്. വാപ്പേനെക്കാളിന് കരുണയും കാരുണ്യമൊക്കെ അനുകമ്പയൊക്കെ ആർക്കുണ്ട്? അള്ളക്കുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ ഞങ്ങളുടെ വാപ്പേനെ പോലെയാണ് എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ലല്ലോ. കാരണം അള്ളാന്ന് വെച്ചാൽ അല്ലേ ലൈസ കമിസ്ലിഹി ഷൈ, അള്ളാഹിനെ പോലെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും വലിയ തെളിവ്. ലൈസ കമിസ്ലിഹി ഷൈ, അതായത് നമ്മുടെ ഇസ്ലാമിൽ ഉറച്ച ആൾക്കുള്ളത് തെളിവാണ്. കാരണം അത് ഖുർആനിൽ പറഞ്ഞില്ല. അപ്പോൾ ഖുർആനിൽ പറഞ്ഞ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ തെളിവതാണ്. അള്ളാഹിനെ പോലെ ഒന്നുമില്ല, ഒന്നിനോട് അള്ളാഹിനെ സദൃശ്യപ്പെടുത്താൻ പറ്റൂല. അവർ പറയും ഞങ്ങൾ അള്ളാഹിൻ്റെ മക്കളാണ്, പിന്നെ വാഹിബാഹു ഞങ്ങൾ അള്ളാഹുവിൻ്റെ പ്രിയങ്കരരാണ്. കുൽ നബി അങ്ങ് പറ ലഹും അവരോട്, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മകളെ അങ്ങ് അവരോട് പറ. എന്താ പറയണ്ടേ? ഫലിമയ്യു അതിബു, പിന്നെന്തിനാണ് നിങ്ങളല്ല ശിക്ഷിക്കുന്നത്? ബിദു നൂബിക്ക് നിങ്ങളുടെ പാപം കാരണത്താൽ, ഇൻ സദഖത്ത് നിങ്ങൾ സത്യം പറഞ്ഞവരാണെങ്കിൽ, ഫീദാലിക്ക് ആ വിഷയത്തിൽ, വലായു അതിബു അതിബുൽ അബു വലതഹു, ഒരു വാപ്പ തൻ്റെ മോനെ ശിക്ഷിക്കൂലല്ലോ. വലൽ ഹബീബഹു ഒരു സുഹൃത്ത്, ഒരു പ്രിയങ്കരൻ തൻ്റെ പ്രിയങ്കരനെ, തനിക്ക് പ്രിയം വെച്ച അല്ലെങ്കിൽ പ്രിയമുള്ള ഒരാളെന്ത് ചെയ്യില്ല, ശിക്ഷിക്കുമല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അല്ല ശിക്ഷിക്കുന്നത്? മകനാണെങ്കിലും ശിക്ഷിക്കാൻ പാടില്ല, സുഹൃത്താണെങ്കിലും ശിക്ഷിക്കാൻ പാടില്ലല്ലോ. അപ്പം നിങ്ങൾ ഈ പറഞ്ഞത് നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അള്ളാഹു നിങ്ങളുടെ പാപം കാരണത്താൽ നിങ്ങളെ ശിക്ഷിക്കുക എന്ന് അങ്ങ് അവരോട് ചോദിക്കും നബിയേ. ഫഅന്തും കാദിബ് വഖദ് അദബ, തീർച്ചയായും അള്ളാഹു നിങ്ങളെ ശിക്ഷിച്ചിട്ടുണ്ട്, അതായത് ശിക്ഷ നൽകിയിട്ടുണ്ട്. ഏതൊരു സ്ഥിതിയിൽ അത് ഹാലാണ്. വഖദ് അദബക്കും, ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ നൽകിയിട്ടുണ്ടല്ലോ. ഫഅന്തും കാദിബ്, അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് എന്താണ്? കളവാണ്, നിങ്ങൾ കള്ളന്മാരാണ്. വൽ അന്തും ബശറുൻ, മറിച്ച് നിങ്ങൾ കേവലം വെറും മനുഷ്യരാണ്. മിമ്മൻ ഒരു കൂട്ടരില്ല, മിൻ എന്താണ്? മിൻ ജുംലത്തി മൻ ഖലഖ, അള്ളാഹു സൃഷ്ടിച്ച ആ ഒരു വിഭാഗം, ആ വിഭാഗത്തിലുള്ള ആ കൂട്ടത്തിലുള്ള വെറും സാധാരണ മനുഷ്യർ തന്നെയാണ് നിങ്ങൾ. അല്ലാതെ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു കൊമ്പുമില്ല. മിൻ ബശരി, മനുഷ്യരാൽ, ലക്കും നിങ്ങൾക്കൊണ്ട്, മാലഹും അവർക്കെന്താണുള്ള, സാധാരണ മനുഷ്യർക്ക് എന്താണല്ലോ അത് തന്നെ നിങ്ങൾക്കുള്ളത്. അലൈക്കും സാധാരണ മനുഷ്യരുടെ മേൽ എന്തെല്ലാമാണോ വന്നു ഭവിക്കുന്നത്, മാ അലിഹിം അവരുടെ മേൽ, അലൈക്കും എന്ന് വെച്ചാൽ നിങ്ങളുടെ മേൽ വന്നു ഭവിക്കും. മാ അലിഹിം സാധാരണ മനുഷ്യർക്ക് എന്തെല്ലാം വരുമോ അതൊക്കെ നിങ്ങളുടെ മേലും, അതായത് വന്നു ഭവിക്കുക എന്ന് വെച്ചാൽ അവർക്ക് നിർബന്ധമായത് നിങ്ങൾക്ക് നിർബന്ധമാണ്, അവർക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്, അല്ലാതെ നിങ്ങൾക്ക് വേറെ പ്രത്യേകത ഒന്നുമില്ല. യഗ്ഫിറു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കുന്നു. അൽ മഗ്ഫിറത ലഹു, അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നു എന്തിനാ? മഗ്ഫിറത്തിനെ, ലഹു അവന്, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. വയുഅദിബു അള്ളാഹു ശിക്ഷിക്കുന്നു, തന്നെ യശാഉ തഅദീബഹു അള്ളാഹു അവനെ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നു, അങ്ങനെയുള്ള ആളുകൾ അള്ളാഹ് ശിക്ഷിക്കുകയും ചെയ്യും. ലാഇത്റാദ അലൈഹി, അള്ളാഹുടെ മേലെ ആർക്കും ഇത്റാദ് ചെയ്യാൻ പറ്റൂല, അള്ളാഹിനെ എതിർക്കാൻ ആർക്കും പറ്റൂല, ഒരു എതിർക്കലും ഇല്ല അള്ളാഹ്ക്കെതിരെ. വലില്ലാഹി മുൽഖുസ് സമാവാതി വൽ അർദ്, വാനഭൂവനങ്ങളിലുള്ള അധികാരം അള്ളാഹുവിനാണുള്ളത്. വമാ ബൈനഹുമാ അവ രണ്ടിൻ്റെ ഇടയിലുള്ളതും എന്റെയും, വൈലേഹിൽ മസീർ അവനിലേക്കാണ് അൽ മർജി മടക്കം. യാ അഹ്ലൽ കിതാബ്, ഓ വേദക്കാരെ, ഖദ് ജാഅക്കും സത്യം തീർച്ചയായും നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, റസൂലിന് നമ്മളുടെ ദൂതൻ, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, യുബയ്യിനു ലക്കും ആ നബി തന്നെ നിങ്ങൾക്ക് വ്യക്തമാക്കുന്നതായ നിലക്ക്, ശറാഇ ദീൻ ദീനിൻ്റെ വിധിവിലക്കുകൾ, അലാ ഫത്രത്തിൻ ഒരു ഫത്രത്തിൻ്റെ മേൽ, അതായത് ഒരു മുറിയലിൻ്റെ മേൽ, ഇൻകിതാ ഒരു മുറിയലിൻ്റെ മേൽ, എന്തിനെ തൊട്ട്? മിന റുസുലി മുർസലീങ്ങളെ തൊട്ട്, അതായത് മുർസലീങ്ങൾ അല്ലാഹ് ആദം അലൈഹി സ്വലാം തൊട്ട് ഇങ്ങനെ അയച്ച് അവസാനം ഈസാ നബീനെ അയച്ചു. അതുവരെ ഇങ്ങനെ പ്രവാചകന്മാരടക്കം ഇങ്ങനെ വന്നു പോയി ഓരോരുത്തരും വരുമായിരുന്നു. പിന്നെ ഈസാ നബിക്ക് ശേഷം 500 കൊല്ലം എന്തായി? ആരും വന്നില്ല. അതാണ് ഇൻകിതാഉ മിന റുസുൽ, അതായത് ഫത്രത്ത് മിന റുസുൽ, മുർസലീങ്ങളൊക്കെ മുറിഞ്ഞ ഒരു കാലഘട്ടം. ആ മുറിഞ്ഞ കാലഘട്ടം കഴിഞ്ഞിട്ടാണ്, അതായത് അലാന്ന് വെച്ചാൽ വേണമെങ്കിൽ ബാധയുടെ അർത്ഥത്തിലൊക്കെ വെക്കാം, ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് ഒരു ഫത്രത്തിൻ്റെ ശേഷമാണ്, ഒരു ഫത്രത്ത് അമ്പിയാക്കളൊന്നും ഇല്ലാത്ത ഒരു കാലത്തിന് ശേഷമാണ് എന്താണ് ആ റസൂൽ നിങ്ങൾക്ക് വന്നത്. വലിയ റഹ്മത്താണ്. അത്രയും കാലം ഒരു പ്രവാചകൻ ഇല്ലാത്ത കാരണം എന്തെല്ലാം പ്രശ്നങ്ങൾ ഭൂമിയിലുണ്ടായി. അപ്പോൾ അതിനുശേഷം ഒരു റഹ്മത്ത് ആയിട്ടല്ലേ നിബിധങ്ങൾ വരുന്നത്. ഇത് ലം യകും ബൈനഹു വ ബൈന ഈസാ ഉണ്ടോ? ഇത് കാരണം ലം യകും ബൈനക്കും അല്ല ലം യകും ബൈനഹു വ ബൈന ഈസാ, ഈസയുടെയും മുഹമ്മദിൻ്റെയും
ഈസാ അലൈഹിസ്സലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവർ രണ്ടുപേരുടെയും ഇടയിൽ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഉണ്ടാവാതിരുന്നപ്പോൾ എന്നും വെക്കാം. ഇത് ലർഫോ അല്ലെങ്കിൽ ഇത് സബബിൻ്റെ അർത്ഥത്തിൽ കാരണം എന്നോ എന്തോ വെക്കാം. ആ സമയത്ത് ഫത്രത്ത് ഉണ്ടായല്ലോ, അതാ. മുദ്ദത്തു ദാലിക, അതിൻ്റെ കാലയളവ് 569 സന, 569 കൊല്ലാണ്. 569 കൊല്ലാണ്. എന്തിനാണതങ്ങനെ വന്നത്? ശരിക്കും ഖുർആനിൽ അന്തക്കൂലു, നിങ്ങൾ പറയാനെന്നല്ല, നിങ്ങൾ പറയാതിരിക്കാനാണ്. അന്തക്കൂലു അങ്ങനെ പ്രയോഗിക്കാറുണ്ടല്ലോ. അന്തക്കൂലു എന്ന് വെച്ചാൽ അതിന് മനസ്സിലാവും സംഗതി. അന്തക്കൂലു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അല്ലാത്തക്കൂലു, നിങ്ങൾ പറയാതിരിക്കുക. അതായത് നിങ്ങൾ പറയുന്നത് കാരണത്താലാണ് നബിതങ്ങൾ ഇങ്ങനെ അയച്ചത്. അപ്പം നിങ്ങൾ പറയുന്നത് കാരണത്താൽ ആണ് അയച്ചതെന്ന് വെച്ചാൽ, ഇപ്പോൾ അയക്കുന്നതോടുകൂടി നിങ്ങൾ എന്താവില്ല, പറയൂല. മനസ്സിലായില്ല? ശരിക്കും ഖുർആനിൽ എന്താണ്? അന്തക്കൂലു എന്നാണ്. അതായത് നിങ്ങൾ പറയുന്നത് കാരണത്താലാണ് നബിതങ്ങളെ അയച്ചത്. നബിതങ്ങൾ ഇങ്ങനെ റസൂലായിട്ട് അള്ളാഹ് വിട്ടത്. അപ്പം മനസ്സിലായില്ല? അവിടെ പറയുന്നത് കാരണത്താൽ എന്ന് വെച്ചാൽ അത് അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയാണ് നബിതങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചത്. അതിനാണ് ഇവിടെ തഫ്സീറിനോടത്ത് അല്ലാത്ത കൂലു, നിങ്ങൾ പറയാതിരിക്കാൻ. ഇദാ ഉദിബതും, നിങ്ങളെ ശിക്ഷിക്കപ്പെട്ടാൽ, മാ ജാഅന, ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല, മിൻ സായിദയാണ്, മിൻ ബഷീരിൻ, ഒരു ബഷീറും വന്നിട്ടില്ല, ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളോ, വലാ നദീരിൻ, ഒരു മുന്നറിയിപ്പ് നൽകുന്ന ആളോ നമ്മുടെ അടുക്ക് വന്നിട്ടില്ലല്ലോ. ഫഖദ് ജാ, അപ്പം അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയാണെന്ന്. അപ്പോൾ ഫഖദ് ജാഅക്കും, തീർച്ചയായും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ബഷീറും നദീർ, ഒരു ബഷീറും നദീറും ഒക്കെ വന്നിട്ടുണ്ട്. ആരാണ്? നബി തങ്ങളുടെ ബഷീർ നദീറല്ലേ, സന്തോഷ വാർത്തയും മുന്നറിയിപ്പൊക്കെ നൽകുന്ന ആളെന്നല്ലേ. അപ്പോൾ ഫലാ ഉദ്റലക്കും, നിങ്ങൾക്ക് ഒരു ഒഴികഴിവില്ല, ഒഴികഴിവ് അള്ളാൻ്റെ മുമ്പിൽ ബോധിപ്പിക്കാനില്ല. അപ്പോഴേക്കും അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവനിഹു, അതിൽപ്പെട്ടതാണ് തഅദീബുക്കും, നിങ്ങളെ ശിക്ഷിക്കൽ, ഇല്ലം തത്തബിഊ, നിങ്ങൾ ആ സന്മാർഗത്തെ അല്ലെങ്കിൽ ആ നബി തങ്ങളെ പിൻപറ്റിയില്ലെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കുക എന്നുള്ളത്. വദ്കുർ, അങ്ങോർക്കണം നബിയെ, ഇത് കാല മൂസ അലൈഹി സ്വലാം പറഞ്ഞ വേള, ലിഖൗമിഹി, എൻ്റെ സമൂഹത്തോട്, യാ ഖൗം, എൻ്റെ സമൂഹമേ, എൻ്റെ സമുദായമേ, ഉദ്കുറു, നിങ്ങൾ ഓർക്കണേ, നിഅമത്തുല്ലാഹി അലൈക്കും, അള്ളാഹുവിൻ്റെ നിഅമത്ത്, നിങ്ങളുടെ മേലുള്ള അള്ളാഹുവിൻ്റെ നിഅമത്തിനെ ഓർക്കണേ. ജഅല ഫീക്കും, നിങ്ങളിൽ വന്നപ്പോൾ, അതായത് നിങ്ങളിൽ നിന്നും വന്നപ്പോൾ, മിങ്കും, നിങ്ങളിൽ നിന്നും വന്നപ്പോൾ, അമ്പിയാക്കള്, നിങ്ങളിൽ നിന്നും വന്നപ്പോൾ അല്ല, അല്ലല്ലേ, ഇത് ജഅല ഫീക്കും, അതായത് നിങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കിയപ്പോൾ, അമ്പിയാക്കളെ ആക്കിയപ്പോൾ, വജഅലക്കും, എന്നിട്ട് നിങ്ങളെ ആക്കുകയും ചെയ്തു, മുലൂക്ക, രാജാക്കന്മാരാക്കുകയും ചെയ്തു, അല്ലേ. അസ്ഹാബ ഖദമിൻ വ ഹഷമിൻ, ഖദമും ഹഷമും ഒക്കെ ഉള്ള. ഖദം എന്ന് വെച്ചാൽ ഖാദിമിൻ്റെ ജമ്മാണ് ഖദം, പിന്നെ ഹാഷിമിൻ്റെ ജമ്മാണ് ഹഷം. ഹഷമിൻ്റെ അർത്ഥവും അങ്ങനെയൊക്കെ തന്നെ. ഹഷം ഹഷം വേലക്കാർ എന്നൊക്കെ അർത്ഥം. ഹാദിമീങ്ങളും അങ്ങനെ തന്നെ. സേവകന്മാരും വേലക്കാരും നോക്കാം. സേവകന്മാരും വേലക്കാരുമുള്ള രാജാക്കന്മാരാക്കി, നിങ്ങൾക്ക് നല്ല അല്ലേ, വലിയ വലിയ ആളുകളാക്കി, നിങ്ങളിൽ നിന്ന് തന്നെ അമ്പിയാക്കളെ ആക്കി. അതാക്കും മാലം യൂത്തി അഹദം മിനൽ ആലമീൻ അതാക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വേള. മൂസ നബി ഇങ്ങനെ പറയാണ് സമൂഹത്തോട്, ഒന്നിനെ ലം യുക്തി, അള്ളാഹ് നൽകിയിട്ടില്ല, അഹദ, ഒരാൾക്കും മിനൽ ആലമീൻ, ലോകത്തിൽ നിന്ന് ഒരാൾക്കും നൽകാത്ത സംഗതിയും നിങ്ങൾ നൽകിയിട്ടുണ്ട്. എന്താണ്? മിനൽ മഞ്ഞു വസ്സല്ല, മഞ്ഞും സെൽവയൊക്കെ അള്ളാഹ് ആകാശത്ത് ഇറക്കി കൊടുത്തില്ലേ. മഞ്ഞ്, കട്ടിത്തേൻ പോലത്തെ എന്തോ സാധനം, സൽവ, കാടപ്പശി പോലത്തെ എന്തോ ഒരു വിഭവം, അതൊക്കെ കഴിക്കാനുള്ള അള്ളാഹ് തൗഫീഖ് കൊടുത്തില്ലേ. അപ്പം പിന്നെ ഫലക്കിൽ ബഹർ, ആർക്കും വേണ്ടി അള്ളാഹു സമുദ്രത്തെ പ്രവർത്തി കൊടുത്തില്ല, നിങ്ങൾ രക്ഷപ്പെടുത്താൻ അള്ളാഹ് സമുദ്രത്തെ പ്രവർത്തി വകരുതാലിക്ക്, അതല്ലാത്ത മറ്റ് പല പല അനുഗ്രഹങ്ങൾ ഒരാൾക്കും ചെയ്തു കൊടുക്കാത്ത അതൊക്കെ ചെയ്തു തന്നു. യാ കൗമി, സമൂഹമേ, ഉദുഹുലുൽ അർള, നിങ്ങൾ ആ ഭൂമിയിൽ പ്രവേശിക്കണം, ആ സ്ഥലത്ത്, ആ നാട്ടിൽ പ്രവേശിക്കണം. അൽ മുഖദ്ദസത്ത, ആ പരിശുദ്ധമായ ആ സ്ഥലത്തേക്ക് നിങ്ങൾ പ്രവേശിക്കണം. അൽ മുതഹറായ, ശുദ്ധീകരിക്കപ്പെട്ട. അല്ലത്തി, എങ്ങനെ സ്ഥലമാണ്, കതബല്ലാഹു, അള്ളാഹു കണക്കാക്കിയിരിക്കുന്നു, ലക്കും, നിങ്ങൾക്ക് അതിനെ, അങ്ങനത്തെ സ്ഥലം. അമറക്കും ബിദുഹൂലിഹ, നിങ്ങളവിടെ പ്രവേശിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു നിങ്ങളോട്. ഷാം, അതേതാണ് ഷാം, സിറിയാണ് അല്ലേ. ഷാമിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞ് അങ്ങോട്ട് നിങ്ങൾ കയറുക, അള്ളാഹ് കൽപ്പിച്ചാണ്. വലാ തർത്തദ്ദു അലാ അദ്ബാരിക്കും, നിങ്ങൾ മടങ്ങിപ്പോവല്ലേ, അലാ അദ്ബാരിക്കും, നിങ്ങളുടെ ദുബറുകളുടെ മീതെ നിങ്ങൾ തിരിഞ്ഞു പോവല്ലേ എന്ന്. അതായത് തൻഹസിമു, നിങ്ങൾ ഓടിപ്പോവരുത്. ഹൗഫൽ അദുവി, ശത്രുക്കളുടെ അവിടെ വലിയ വലിയ ആൾക്കാരുണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് അവിടെ അള്ളാഹ് പറഞ്ഞല്ലേ ധൈര്യമായിട്ട് പോകണം.
ഇനി ശത്രുക്കളെ പേടിച്ച പേരിൽ നിങ്ങളെന്താ ഓടിപ്പോരുത്. ഫതൻഗലിബു അങ്ങനെ ഓടിപ്പോയ ഫതൻഗലിബു നിങ്ങളായിത്തീരും ഹാസിരീൻ പരാജിതരായിത്തീരും. ഫീ സഈക്ക് നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ വിഷയത്തിൽ വെറും പരാജിതരായിത്തീരും. കാലു അവർ പറഞ്ഞു യാ മൂസ ഓ മൂസേ ഇന്ന ഫിയാ നിശ്ചയം ആ നാട്ടിലുണ്ട്, നിങ്ങൾ കയറാൻ പറയുന്ന ആ നാടുണ്ടല്ലോ അവിടെ ഉണ്ട് കൗമൻ ജബ്ബാരിൻ അക്രമകാരികളായിട്ടുള്ള ഏകാധിപതികളായിട്ടുള്ള അല്ലെങ്കിൽ അക്രമകാരികളായിട്ടുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. മിൻ ബഖായ ആദിൻ അല്ലേ, ആദ് ഗോത്രത്തിൽ നിന്നും അവശേഷിച്ച കുറച്ച് ആളുകൾ, വലിയ വലിയ ആരോഗ്യമുള്ള ആളുകളല്ലേ ആദ്. സൂറത്തുൽ ഫജ്റിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ആദ് സമൂത് ഗോത്രങ്ങളെ പറ്റിയൊക്കെ നല്ല കരുത്തരാണ് അവർ. അപ്പം അവരുടെ ബാക്കി തലമുറ അവിടെ ജീവിച്ചിരിപ്പുണ്ട്. അവരവിടെ ഉണ്ട് അല്ലേ. ബഖായ ആദിൻ തിവാലൻ ഇന്നയുടെ ഇസ്മാനുള്ള കൗം എന്നുള്ളത് അതിൻ്റെ സിഫത്താണ് തിവാലൻ നീളമുള്ളവരായ ഈ കുവത്തിൽ നല്ല ശക്തിയുള്ളവരായ ആളുകൾ അവിടെ ഉള്ളത്. വൈന്നാൽ എന്നത് തീർച്ചയായും നമ്മളവിടെ കയറൂല. ഹത്താ യഹ്റുജു മിൻഹ അവരാ നാട്ടിൽ നിന്നും പോകുന്നതാണ് നമ്മളവിടെ കയറൂല. നബി അവരുടെ നബി പറഞ്ഞതിന് എതിരാണ് അവർ പറയുന്നത്. ഫൈൻ യഹ്റുജു മിൻഹ അവരെങ്ങാനും അവിടെ നിന്ന് പോയാൽ ഫൈൻ ദഹൽ നമ്മളവിടെ കയറും. ലഹ ആ നാട്ടിൽ കയറും. നമ്മൾ കയറുന്നവരാണ് ലഹ ആ നാട്ടിൽ. കാല ലഹും റജുലാനി രണ്ടാളുകൾ അവരോട് പറഞ്ഞു. അങ്ങനത്തെ രണ്ടാളുകളാണ്. മില്ലദീൻ ഒരു വിഭാഗത്തിൽപ്പെട്ട യഹാഫൂന അവർ പേടിക്കുന്നു മഹാഫത്ത അംരില്ലാ അള്ളാഹുവിൻ്റെ കൽപ്പനയെ പേടിക്കുന്നു. അതായത് അള്ളാഹുവിൻ്റെ കൽപ്പനയൊക്കെ പേടിയോടുകൂടി കാണുന്ന നല്ല നല്ല ആളുകളുണ്ടല്ലോ, ആ നല്ല ആളുകളിൽപ്പെട്ട രണ്ടാളുകൾ അവരോടായിട്ട് പറഞ്ഞു. വഹുമ ആ രണ്ടാളുകൾ ആരാണ്? യൂഷ വ കാലബ് രണ്ടാളുകളാണ് അലൈഹിമുസ്സലാം. അവർ രണ്ടുപേരും മിനൻ നുഖബായി നേതാക്കന്മാരിൽപ്പെട്ടവരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാലും നുഖബ ആരാണ്? നക്കീബും ജമ്മു നുഖബ അല്ലേ, അവിടുത്തെ നേതാക്കന്മാരാണെന്ന് പറഞ്ഞായിരുന്നല്ലോ. 12 നേതാക്കന്മാർ ഓരോ ഗോത്രത്തിനും നോക്കാൻ വേണ്ടി 12 ആളുകളെ ഏൽപ്പിച്ചു. 12 ഇസ്രായേൽ 12 വിഭാഗമല്ലേ. അല്ലദീന എങ്ങനെയുള്ള ആളുകളാണ്? ബഅസഹും അള്ളാഹു അയച്ചു അവരെ ബഅസഹും മൂസ അലൈഹി സ്വലാം അയച്ചു ഫീ കശ്ഫി അഹ്വാലിൽ ജബാബിറ ആ ക്രൂരന്മാരായിട്ടുള്ള ആളുകളുടെ അവസ്ഥ, അവരുടെയൊക്കെ വർത്തമാനങ്ങൾ, അവരുടെയൊക്കെ അവസ്ഥകൾ വെളിവാക്കാൻ വേണ്ടി, അവരുടെയൊക്കെ അവസ്ഥകളെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി മൂസ അലൈഹി സ്വലാം അയച്ചു. ഓരോ വിഭാഗത്തിൽ നിന്നും 12 അല്ലെ ഓരോരുത്തരെ വീഴുന്ന 12 ആളുകളെ തിരഞ്ഞെടുത്ത് അയച്ചായിരുന്നു. അതിൽപ്പെട്ട 2 ആളുകളാണ്. ആ 2 ആളുകൾ നല്ല ആളുകളായിരുന്നു. ആ 12 പേരുള്ള ഈ 2 ആളുകൾ യൂഷ കാലബ് അലൈഹിമുസ്സലാം. അൻഅമല്ലാഹു അലൈഹിമ അള്ളാഹു അവരുടെ 2 പേരുടെ മേൽ നിഅമത്ത് ചെയ്തിരിക്കുന്നു. ബിൽ ഇസ്മത്തി പാപസുരക്ഷിതത്വം കൊണ്ട്. പാപസുരക്ഷിതത്വം കൊണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അവർ പ്രവാചകന്മാരായിരിക്കും അല്ലേ. പാപസുരക്ഷിതത്വം ഖുർആനിൽ പറയപ്പെട്ട പ്രവാചകന്മാരല്ലാന്നേ ഉള്ളൂ. ഖുർആനിൽ 25 ആൾക്കാരുടെ ഉള്ളൂ പേര് പറഞ്ഞിട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആളുകൾ അവരോടായിട്ട് പറഞ്ഞു ഫ കത്തം അങ്ങനെ ഫക്കത്തമാ അവർ രണ്ടുപേരും മറച്ചു വെച്ചു. മത്തല ആ അലിഹി ഒരു കാര്യത്തെ ഇത്തല അലിഹി അവർ രണ്ടുപേരും അതിൻ്റെ മേൽ വെളിവായി. അതായത് അവർക്ക് രണ്ടുപേർക്ക് മനസ്സിലായ കാര്യത്തെ അവർ മറച്ചു വെച്ചു. എന്തിനാൽ? മിൻ ഹാലിഹിം ആ ജബാബറത്ത് അല്ലെ ആ ക്രൂരന്മാരായ ആ നാട്ടിലുള്ള ആളുകളുടെ അവസ്ഥയാണ്. ഇല്ല അൻ മൂസ അലൈഹി ഇസ്ലാമിനെ തൊട്ടറിയുക. അപ്പോൾ മൂസ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, ബാക്കിയുള്ളവർ പറഞ്ഞു അവരെന്തായാലും വരൂല. അത്രയും വലിയ വലിയ ആചാനുബാഹുക്കളായിരുന്നു ആ നാട്ടിലുണ്ടായിരുന്നു. അവരുടെ അവസ്ഥ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുത്തില്ല. മൂസ നബിയോട് മാത്രം പറഞ്ഞു കൊടുത്തു. ബാക്കിയുള്ളവർ തൊട്ട് അവർ മറച്ചു വെച്ചു. ബിഖിലാഫി ബക്കിയത്തി നുഖബായി ബാക്കിയുള്ള നുഖബായിനെതിരായിട്ട് ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്തു? അഫ്ഷൂഹു അവരതിനെ പരസ്യമാക്കി. അവർ തങ്ങളുടെ ഗോത്രത്തിലുള്ള ബാക്കി 10 ആളുകളും തങ്ങളുടെ ഗോത്രത്തിലുള്ള ആളുകളോട് പോയി പറഞ്ഞു, അങ്ങനെയൊക്കെയാണ്, അതൊരു വലിയ പ്രശ്നമാണ്, വലിയ ടീമാണ് അവിടെ ഉള്ളതെന്നൊക്കെ പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാം അങ്ങനെയല്ല പറഞ്ഞു. മൂസാ നബി 12 ആളുകളെ വിട്ടെന്തിനാണ്? മൂസാ നബി അലൈഹി സ്വലാമിന് വിവരം കൊടുക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇവർ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞതിന് വിപരീതം ചെയ്തു. ഇവർ രണ്ടുപേരും മറച്ചും വെച്ചു. എന്നിട്ട് ഫജബിനു ഈ 10 നേതാക്കന്മാർ ആ വിവരം പരസ്യമാക്കിയ കാലത്ത് അവരെല്ലാം ഭീരുക്കളായി തീർന്നു. എന്തായാലും ഈ 2 നല്ല ആളുകൾ തങ്ങളുടെ സമൂഹത്തിനോട് പറഞ്ഞു, ഉദ്ഖുലു അലൈഹിമുൽ ബാബ് ഉദ്ഖുലു നിങ്ങൾ പ്രവേശിക്കുക അലൈഹിം അവർക്കെതിരെ, അതായത് അവരുടെ മേൽ നിങ്ങൾ പ്രവേശിച്ചോ. അൽ ബാബ ആ വാതിലിലൂടെ പ്രവേശിച്ചോ. ബാബൽ ഖറിയ ആ നാട്ടിൻ്റെ കവാടത്തിലൂടെ. വലാ തഹ്ശൗഹും നിങ്ങൾ അവരെ പേടിക്കേണ്ട. ഫൈന്നഹും കാരണം അവരൊക്കെ എന്താണ്? അജിസാദും ബിലാ കുലൂബ് കേവലം ജസദുകൾ മാത്രമാണ്, ശരീരങ്ങളാണ്, വലിയ ആചാനുബാഹുക്കളാണ്, പക്ഷേ ബിലാ കുലൂബ് ചിന്തിക്കാനുള്ള ഹൃദയങ്ങളില്ലാത്ത വെറും എന്താണ് കോലങ്ങൾ മാത്രമാണ്, ആ ശരീരങ്ങൾ മാത്രമാണെന്ന് പറയും. ഫയ്യാ ദഖൽതുമൂ നിങ്ങളെങ്ങാനും അള്ളാഹുടെ കൽപ്പന മാനിച്ചുകൊണ്ട് അവിടെ പ്രവേശിച്ചാൽ ഫൈന്നകും ഗാലിബുൻ നിങ്ങൾ അതിജയിക്കുന്നവർ തന്നെയായിരിക്കും, നിങ്ങളാണ് അവരെ വിജയിക്കുക.
കാല അവർ രണ്ടുപേരും പറഞ്ഞു ദാലിക അതിന് തയക്കുനൻ ബി നസ്രില്ല അള്ളാഹുവിൻ്റെ സഹായം കിട്ടുമെന്ന് ഉറപ്പിച്ചത് കാരണത്താലാണ് അവർ രണ്ടുപേരും അങ്ങനെ പറഞ്ഞത്. ഇൻജാസം വാദഹു അള്ളാഹുവിൻ്റെ വാഗ്ദാനം അവൻ നടപ്പാക്കും എന്നും ഉറപ്പിച്ചത് കാരണത്താലാണ് അവർ രണ്ടുപേരും തങ്ങളുടെ സമൂഹത്തോട് പറഞ്ഞത്. വാലല്ലാഹി ഫതവക്കലൂ അള്ളാഹിൻ്റെ മേലെ നിങ്ങൾ ഭരമേൽപ്പിക്കൂ ഇൻകുന്തും മുഅ്മിനീൻ നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ.